മിസ്സസ് മല്ലോ മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 തുടങ്ങിയതോടെ മഞ്ഞ് തകൃതിയായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ച 15 സെൻറ്റിമീറ്ററോളം മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ മഞ്ഞ് പെയ്തതിൽ ഏറ്റവും വലിയൊരു സ്നോഫോൾ ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു അന്ന്. കാരണം ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ മഞ്ഞത്ത് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവർ ഇത്രയും വലിയ സ്നോഫോളൊക്കെ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലോട്ട് പോയി. ഇവിടെ മഞ്ഞ് പെയ്യുമ്പോൾ കുട്ടികളും മുതിർന്നവരൊക്കെ കളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കളിയുണ്ട്. ടൊബാഗനിങ് എന്നാണ് അതിനെ പറയുന്നത്. ഡാനി ഇപ്പോൾ കയ്യിൽ വെച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സംഭവത്തിൻ്റെ പേരാണ് ടൊബാഗൻ. ശനിയാഴ്ച രാത്രി മുതൽ പെയ്യാൻ തുടങ്ങിയ മഞ്ഞാണ്. ഞായറാഴ്ച ഫുൾ ഡേ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ടൊബാഗനിങ് ചെയ്യുന്ന സമയത്തും മഞ്ഞ് ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ മിക്ക കുട്ടികളും ഈ ഒരു പാർക്കിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഈ പാർക്കിൽ ചെറിയ ചെറിയ കുന്നുകളേ ഉള്ളൂ. വലിയ കുന്നുകൾ പോലെയുള്ള സ്ഥലത്താണെങ്കിൽ ടൊബാഗനിങ് ചെയ്യാൻ നല്ല രസമുണ്ടായിരിക്കും. ടൊബാഗനിങ് ചെയ്യാനുള്ള പ്രത്യേകം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ കുന്നുകളാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി ടൊബാഗനിങ് ചെയ്താൽ നല്ല രസമുണ്ടായിരിക്കും. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പാളയിൽ കുട്ടികളെയൊക്കെ ഇരുത്തി ഇങ്ങനെ വലിച്ചു കൊണ്ട് പോകുന്നില്ലേ, അതിൻ്റെയൊക്കെ ഒരു കനേഡിയൻ വേർഷനായിട്ട് വരും ഈ ടൊബാഗനിങ്. ടൊബാഗനിങ് ചെയ്യുന്ന ഈ ഒരു സംഭവം നമുക്ക് ബേസിക് ആയിട്ടുള്ളത് മുതൽ കുറച്ച് ഫാൻസി ആയിട്ടുള്ള ടൈപ്പ് വരെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ടൊബാഗനിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചൈനീസ് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നല്ല ഫാൻസി ആയിട്ടുള്ള ഒരു ടൊബാഗനിങ് ആണ് ഞാൻ കണ്ടത്. എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല, അതിന് വേറെ പേരുണ്ടായിരിക്കും. കുട്ടികളും മുതിർന്നവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ടൊബാഗനിൽ കയറിയിട്ട് ഏതൊക്കെ സ്റ്റൈലിൽ ടൊബാഗൻ ചെയ്യാമെന്ന ഒരു പരീക്ഷണത്തിലായിരുന്നു. ഈ ഒരു സംഭവത്തിൽ കയറിയിട്ട് താഴോട്ട് പോകുന്നത് നല്ല രസമുണ്ട്. പിന്നെ അവിടെ നിന്ന് എണീറ്റ് മുകളിലോട്ട് കയറി വരുന്നത് കുറച്ച് പാടാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ ടൊബാഗനിങ് ചെയ്ത് പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ തളരും കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഈ താഴോട്ട് പോയിട്ട് പിന്നെ എണീക്കാനേ തോന്നത്തില്ല. കുറേ നേരം ഇങ്ങനെ അവിടെ കിടക്കും കേട്ടോ. അങ്ങനെ കുട്ടികളെല്ലാവരും അങ്ങനെയാണ് കേട്ടോ. താഴോട്ട് വന്നിട്ട് കുറേ നേരം അവരിങ്ങനെ കിടക്കും. വേറെ കുട്ടികൾ മുകളിൽ നിന്ന് ഇങ്ങനെ വരാറാകുമ്പോൾ പെട്ടെന്ന് ചാടി എണീറ്റ് അവർ മാറിക്കൊടുക്കും. ഞങ്ങൾ പോയ സമയത്ത് അധികം തണുപ്പില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ ഭയങ്കര പാടാണ്. അടുത്തതിൽ നിർത്താമെന്ന് വിചാരിക്കും. വീണ്ടും ഈ ടൊബാഗൻ ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. നേരം കുറച്ച് ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് തണുപ്പിൻ്റെ ശക്തി കുറച്ച് കൂടി വന്നു. ഡാനി തണുത്ത് വിറച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. മഞ്ഞുകാലത്ത് സ്നോമാൻ ഉണ്ടാക്കുന്നതും ഇഗ്ലു പണിയുന്നതും അതുപോലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു ടൊബാഗനിങ്ങും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്